നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ സെഷനിലോട്ട് കടക്കുകയാണ്. ഇതിനു മുന്നേ നോക്കിയ ഭാഗത്ത് നമ്മൾ എന്താണ് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത്, ആരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഭരണഘടനയുടെ ആവശ്യമുണ്ട് എന്ന ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് ആരാണ്, എങ്ങനെയാണ് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു ആവശ്യം ബ്രിട്ടീഷുകാരോട് സമർപ്പിച്ചത്, അതെപ്പോഴാണ് ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചത്, എങ്ങനെയാണ് അവർ അനുമതി നൽകിയത്, എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള അനുമതി ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് നൽകിയത് എന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ നിയമിച്ച കാര്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. ഡിസംബർ 6-ാം തീയതിയാണ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞ ഒരു അസംബ്ലി രൂപീകരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റിയാണ്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഓരോ ആളുകളെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തിട്ട് അവരെയാണ് ആ ഒരു കമ്മിറ്റിയിൽ മെമ്പറുകളാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അവരാരൊക്കെ, പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദി കോമ്പോസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയെ രൂപീകരിക്കാൻ വേണ്ടി ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിലെ കോമ്പോസിഷൻ, അതിൻ്റെ അകത്ത് എത്രയോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 389. മൊത്തത്തിൽ 389ഓളം ആളുകളായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കണം, 389. നമുക്ക് രണ്ട് കണക്കുകൾ പഠിക്കാനുണ്ട്. 389 എന്നുള്ളത് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയ സമയത്തായിരുന്നു. രണ്ടാമത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിക്കുകയും മുസ്ലിം ലീഗ് പാർട്ടിയിലുള്ള ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് വിഭജന സമയത്ത് രാജ്യം മാറുകയും ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യം രൂപീകരിച്ചപ്പോൾ 389 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ അകത്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളാണ് 389. പാകിസ്ഥാൻ രൂപീകരിച്ച ആളുകൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഒരു നമ്പർ കുറഞ്ഞു. അവസാനം ഇത് 299 മാറുകയുണ്ടായി. അതെ, ഇന്ത്യയിൽ ആ ഒരു സമയത്ത് രണ്ട് രീതിയിലുള്ള സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന നാട്ടുഭരണ പ്രദേശങ്ങളുണ്ടായിരുന്നു. നാട്ടുഭരണ പ്രദേശങ്ങളുള്ള ബ്രിട്ടീഷുകാർ തന്നെ അധികാരം നടത്തിയിരുന്ന പ്രദേശങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ അതിനാണ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യ ഇന്ന് കാണുന്നത് പോലെ മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമന്ത്രി, അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നില്ല അന്ന്. ഓരോ സ്ഥലം, കൊച്ചി പോലുള്ള സ്ഥലത്തിന് ഒരാൾ, തിരുവിതാംകൂറിന് വേറൊരാൾ, മലബാറിന് വേറൊരാൾ, ഇതേപോലെ ഇന്ത്യയിൽ ആകെ മൊത്തം 400-500ഓളം സ്ഥലങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 296 സ്ഥലങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന സ്ഥലങ്ങളാണ്. ഏകദേശം 93 സ്ഥലങ്ങളോളം പ്രിൻസ്ലി സ്റ്റേറ്റുകൾ. പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റുകളും ബ്രിട്ടീഷ് ഇന്ത്യയും ആയിരുന്നു ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തം 389 സീറ്റ്. പ്രിൻസ്ലി സ്റ്റേറ്റുകൾ 93 നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഓരോ നാട്ടുരാജ്യത്തു നിന്നും ഓരോ ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ആ ഒരു കമ്മിറ്റിയിലേക്ക് എടുത്തു. ഓരോ നാട്ടുരാജ്യത്തെയും പ്രതിനിധീകരിച്ച് ഓരോ ആളുകളെ എടുത്തു. പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്ന് 93 ആളുകളെ എടുത്തു. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 296 എടുത്തു. ആകെ മൊത്തം അങ്ങനെ ഈ കാണുന്ന 389ഓളം ആളുകളായിരുന്നു എന്ത് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച സമയത്ത് ആ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. 389ഓളം ആളുകൾ. അത് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചില ആളുകളെ പറ്റിയും പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു, ഡിസംബർ 6-ാം തീയതി 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടത്. 6-ാം തീയതി ആണെങ്കിലും അവർ ആദ്യമായിട്ട് ആദ്യമായിട്ട് അവർ മീറ്റിംഗ് കൂടിയത് 9-ാം തീയതി ഡിസംബർ 1946. ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റ് ഫോർ ദി വെരി ഫസ്റ്റ് ടൈം. ഈ ഒരു ദിവസമാണ് ആദ്യമായിട്ട് അവർ കൂടി ആലോചിക്കാൻ വേണ്ടി ഇരുന്നത്. 2 ദിവസം കഴിഞ്ഞ് 11-ാം തീയതി ഡിസംബർ 1946
ആദ്യമായിട്ടൊരു പ്രസിഡന്റിനെ നിയമിക്കുന്നത്. രാജേന്ദ്ര പ്രസാദ് ആസ് പ്രസിഡന്റ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട് നിശ്ചയിച്ചത് രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നമുക്കറിയാം രാജേന്ദ്ര പ്രസാദാണ് പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് പിന്നീട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പ്രസിഡന്റായിട്ട് നിയമിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹത്തെ പ്രസിഡന്റായി നിയമിച്ചപ്പോൾ HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി, HC മുഖർജി എന്ന് പറഞ്ഞ വ്യക്തിയെയും VT കൃഷ്ണമാചാരി എന്ന് പറഞ്ഞ വ്യക്തിയെയും ആസ് ദി വൈസ് പ്രസിഡൻസ് വെയർ എലക്റ്റഡ്, അവരെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്യുകയുണ്ടായി. ആൻഡ് BN റാവു ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ അഡ്വൈസർ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലീഗലി അഡ്വൈസ് കൊടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനുമായിട്ടുള്ള ഒരു അഡ്വൈസറായിട്ട് BN റാവുവിനെയാണ് നിശ്ചയിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആളുകളുടെ പേരുകൾ നോക്കി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്നൊരു ഐഡിയ ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയി ആണെന്നുള്ള കാര്യം നേരത്തെ പഠിച്ചായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡൻ്റായിട്ട് നിയമിക്കപ്പെട്ടത് രാജേന്ദ്ര പ്രസാദാണ്. 2 വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസറായി നിയമിക്കപ്പെട്ടത് BN റാവു ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു ഡേറ്റാണ് 13 ഡിസംബർ 1946. ഈ 13 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ആമുഖം മുന്നോട്ട് വെക്കുന്നത്. അതെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ ജവഹർലാൽ നെഹ്റു കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നിർദ്ദേശങ്ങളിലുള്ള കാര്യങ്ങളായിരിക്കണം മൊത്തത്തിൽ ഭരണഘടനയിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ അദ്ദേഹം കൊണ്ടുവന്നത് ഇക്വാലിറ്റി, തുല്യത കൊടുക്കണം, ജസ്റ്റിസ്, നീതി നടപ്പിലാക്കണം, ലിബേർട്ടി, സാഹോദര്യം, സ്വാതന്ത്ര്യം നൽകണം, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം നൽകണം, സാഹോദര്യം വെച്ച് പുലർത്തണം എന്നിങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. പിൽക്കാലത്ത് ആ ഒരു ഡോക്യുമെൻ്റ് നോക്കിക്കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത്. പിന്നീട് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രിയാമ്പിൾ എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തെ പറയുന്നത്. നമ്മൾ തൊട്ടടുത്ത പേജിൽ പഠിക്കും പ്രിയാമ്പിൾ എന്താണെന്ന്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ആമുഖം, ഒരു ബുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കൊരു കണ്ടന്റ് വേണമല്ലോ. നമ്മൾ ഒരു കഥ എഴുതാൻ പോണെയാണ്, അപ്പോൾ ഒരു ചരിത്രം വേണമല്ലോ. അപ്പോൾ ആ ഒരു ചുരുക്കം, ആ ഒരു ചുരുക്കത്തിനെയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്നൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണെങ്കിലും പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. കാരണം ഇദ്ദേഹമാണ് ഈ ഒരു ആമുഖം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. 13 നമുക്ക് കാണാൻ സാധിക്കും. 26 നവംബർ 1949, 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്ഡ് ആൻഡ് അഡോപ്റ്റഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവരെല്ലാവരും ഒപ്പിട്ട് പാസ്സാക്കി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്, പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പാസ്സാക്കി അഡോപ്റ്റ് ചെയ്യുന്നത്, അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പണി ഫുള്ള് തീർത്തിട്ട് പൊതുജനങ്ങൾക്കായി കൈമാറുന്നത്, പൊതുജനങ്ങൾക്ക് മുമ്പിലോട്ട് കൊടുക്കുന്നത് 1949 നവംബർ 26 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഡേറ്റ് മറന്നു പോകരുത്. ആ ഒരു ഡേറ്റിലാണ് നാഷണൽ ലോ ഡേ, ദേശീയ നിയമ ദിവസം എന്നറിയപ്പെടുന്നത് ആ ഒരു ദിവസമാണ്. 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പണി പൂർത്തീകരിച്ച ദിവസം. എന്നാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് അന്നല്ല. കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ പ്രാബല്യത്തിൽ വരുന്നത് 2 മാസത്തിന് ശേഷം ജനുവരി 26 നമുക്ക് കാണാൻ സാധിക്കും. ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്നാണ്. പിന്നെ ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പ്രസിഡൻറ്റും രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 1947 ആയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ദിവസമാണ് ഇന്ത്യയുടെ നാഷണൽ ആന്തം, നാഷണൽ സോങ്. നാഷണൽ ആന്തം ഏതാണ്? ജനഗണ. നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരം. ഇത് രണ്ടും കൊണ്ടുവരുന്നത്, ഇത് രണ്ടും അഡോപ്റ്റ് ചെയ്യുന്നത് 24 ജനുവരി 1950 നമുക്ക് കാണാൻ സാധിക്കും. 24 ശേഷം 2 ദിവസം കൂടി കഴിഞ്ഞ് 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ വരുന്നത്. ഇത്ര ഡേറ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ള ഡേറ്റുകളും ആളുകളും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ വലതുഭാഗത്ത് കാണുന്ന ആ ഒരു പിക്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ ഒരു പിക്ചർ, ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദി സുപ്രീം ലോ ഓഫ് ഇന്ത്യ.
ഇറ്റ് ഡിഫൈൻസ് ദി ഗവൺമെൻറ്റ്സ് ഫണ്ടമെൻ്റൽ പോളിസീസ്, വാല്യൂസ്, പോളിസീസ്, പ്രോസസ്, പവേഴ്സ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഭാരതീയ ന്യായ സംഹിത ഉണ്ട്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഉണ്ട്. അതേപോലെ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പരമോന്നതമായ നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത്. രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളെ പറ്റിയും അധികാരങ്ങളെ പറ്റിയും ഗവൺമെൻറ് എന്നാൽ ആരാണ് എന്നതിനെ പറ്റിയും അവരുടെ നടപടിക്രമങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയും കർത്തവ്യങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നതിനെ പറ്റിയും ഒരു പൗരന് കൊടുക്കേണ്ട മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്, പൗരൻ രാജ്യത്തിനോട് പാലിക്കേണ്ട കടമകൾ ഏതൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യം, ആ രാജ്യത്തിൽ ഭരണം നടത്തേണ്ട ആളുകൾ ആരൊക്കെയാണ്, അത് ഒരുപാട് ബോഡീസ് ഉണ്ട്. പാർലമെൻ്റ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അതാരൊക്കെയാണ്, അവരുടെ അധികാര പരിധികൾ ഏതൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവർ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ഏതൊക്കെയാണ്, പൗരന്മാർ തിരിച്ച് അവരോട് പാലിക്കേണ്ട കടമകൾ ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ മൊത്തം പറയുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പേജ് കണ്ടോ? ദിസ് ഈസ് ദി പ്രിയാമ്പിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of individual and the unity integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this constitution. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ ആമുഖത്തിൻ്റെ കണ്ടൻറ്റ് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമല്ലോ. ഇതൊരു ലൈവ് സെഷൻ അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ റെസ്പോണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് അറിയാവുന്ന ആളുകളായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഉത്തരം ഇടുക. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിൻ്റെ ഐഡിയ ആദ്യമായി മുന്നോട്ട് വെച്ച ആരാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ ഐഡിയ, ആമുഖത്തിൻ്റെ ഐഡിയ, അതുകൊണ്ട് തന്നെ ആമുഖത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നും നമ്മൾ ആരാണെന്ന് തൊട്ട് മുന്നേ പഠിച്ചതാണ്. ഉത്തരം ഇപ്പം ഞാൻ പറയാൻ പോവുകയാണ്. പറയുന്നതിന് മുമ്പ് അറിയാവുന്നവരായിരുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ വ്യക്തിയുടെ പേര്. ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു തുടക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ അകത്തോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. യെസ്, അടുത്ത പേജിലോട്ട് നിങ്ങൾ നോക്കിക്കേ. അടുത്ത പേജിന് ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് 395 ആർട്ടിക്കിൾസ് ഇൻ 22 പാർട്സ് ആൻഡ് 8 സ്കെഡ്യൂൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഓരോ ആർട്ടിക്കിളും 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഓരോ ആർട്ടിക്കിൾ എന്നാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, 395 ആർട്ടിക്കിൾ ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ച സമയത്തുണ്ടായിരുന്നു. 25 പാർട്ടുകൾ, 25 ഭാഗങ്ങളിലായിട്ടായിരുന്നു 395 ആർട്ടിക്കിൾ. ഒരു ഭാഗത്ത് ചിലപ്പോൾ 4 ആർട്ടിക്കിൾ ഉണ്ടാകും, രണ്ടാമത്തെ ഭാഗത്ത് ചിലപ്പോൾ 10 ആർട്ടിക്കിൾ ഉണ്ടാകും. അങ്ങനെ ഓരോരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോരോ, ഇപ്പോൾ ഉദാഹരണത്തിന് മൗലിക അവകാശങ്ങൾ എന്നൊരു പാർട്ട്, ആ പാർട്ടിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു 15-20 ആർട്ടിക്കിൾ ഉണ്ടാകും. മൗലികമായിട്ടുള്ള കടമകളെ പറ്റി പറയുന്ന ഭാഗം ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 5 ആർട്ടിക്കിൾ ഉണ്ടാകും. ഉദാഹരണത്തിന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഓരോ പൗരത്വത്തെ പറ്റി പറയുന്ന ഭാഗം ചിലപ്പോൾ അവിടെ ഒരു 5 ആർട്ടിക്കിൾ ഉണ്ടാകും. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ, ആ ഓരോ ഭാഗത്തിനാണ് പാർട്ട് എന്ന് പറയുക. 22 പാർട്ടുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒറിജിനലി ഉണ്ടായിരുന്നത്. അവിടെ 395 ആർട്ടിക്കിളായിരുന്നു 22 പാർട്ടിലായിട്ട് ആകെ മൊത്തം ഉണ്ടായിരുന്നത്. 8 സ്കെഡ്യൂളുകളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്ത സമയത്തുള്ള അവസ്ഥയാണ്. പക്ഷേ ഇന്നേ വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഏകദേശം 106ഓളം ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 106 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അമെൻമെൻ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് വരുത്തുന്നതിനെ അമെൻമെൻറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. 106ഓളം അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. സ്ക്രീനിൽ 104 ഉള്ളൂ. അത് ഞാൻ നോട്ട് ഉണ്ടാക്കിയ സമയം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ നോട്ടാണ്. അപ്പോൾ 104 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 106 ആയിട്ടുണ്ട്. 106ഓളം ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. 106ഓളം ചേഞ്ചുകൾ വന്നേ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളിലും പാർട്ടുകളിലും സ്കെഡ്യൂൾസിലും വ്യത്യാസം വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ ഏകദേശം 450-ൽ പരം ആർട്ടിക്കിൾ ഉണ്ട്, 25 പാർട്ടുകളുണ്ട്.
12 സ്കെഡ്യൂളുകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെയും ഒറിജിനലിയും തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാൻ പോവുകയാണ്. പാർട്ടുകൾ ഏതൊക്കെയാണ്, ഓരോരോ പാർട്ടിലും ഏതൊക്കെ സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, രണ്ടാമത്തെ പാർട്ടിൽ സിറ്റിസൺഷിപ്പ്, അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അങ്ങനെ 22 പാർട്ട് വരെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പാർട്ടുകളാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. എല്ലാ പാർട്ടും നോക്കിയില്ലെങ്കിലും അത്യന്താപേക്ഷികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ പാർട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏകദേശം ഇന്ന് നമുക്ക് ഇത്രയും മതി. നമ്മൾ ഇന്ത്യയുടെ ആമുഖം എന്താണെന്ന് നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എത്ര ആർട്ടിക്കിൾ ഉണ്ട്, പാർട്ടുകളുണ്ട്, സ്കെഡ്യൂളുകൾ ഉണ്ട് എന്നുള്ളത് നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് ആരൊക്കെ ഏതൊക്കെ തസ്തികയിലുണ്ടായിരുന്നു, ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചതെന്ന കാര്യം നോക്കി, ആ ഒരു കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് 389 299 റെഡ്യൂസ് ചെയ്തത്, പാകിസ്ഥാൻ്റെ വിഭജനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നാൽ എന്താണ്, നാട്ടുഭരണ പ്രദേശം എന്നാൽ എന്താണ്, ബ്രിട്ടീഷ് ഭരണ പ്രദേശം എന്നാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയതാണ്. സോ ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. സോ വെൽക്കം. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ പറ്റുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണമെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാകും, മൊബൈൽ നമ്പർ ഉണ്ടാകും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്നെ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിക്കാം. സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ കൂട്ടണം കുറക്കണം, സ്പീഡ് കൂട്ടണം കുറക്കണം എന്ന സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.